ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഒരു കിഡിലൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ പുറത്ത് വരട്ടിരിക്കുന്ന മസാലയുടെ കോട്ടിംഗ് ഒക്കെ ഇളകി പോകാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ പുരട്ടിയിരിക്കുന്ന കോട്ടിങ് ഒട്ടും പോവാതെ തന്നെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ ഇതേപോലെ ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ കോട്ടിംഗ് ഒന്നും പോവാത്ത ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1 കിലോ ചിക്കൻ നന്നായി ക്ലീൻ ചെയ്തത് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചിക്കന് നല്ലൊരു കോട്ടിങ് കൊടുക്കണം, മസാലയുടെ കോട്ടിങ്. അപ്പോൾ 2 ടൈപ്പ് മസാലയുടെ കോട്ടിങ്ങാണ് നമ്മളിതിന് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 7 ചെറിയുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി 10 വലിയ അല്ലികൾ എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് 8 എണ്ണം. ഇനി വേണ്ടത് മല്ലിയിലയും കറിവേപ്പിലയാണ്. മല്ലിയില കുറച്ച് അധികം എടുക്കണം. ഒരു കൈപ്പിടി മല്ലിയില എടുത്തിട്ട് ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ കറിവേപ്പിലയും ഒരു കൈപ്പിടി നിറച്ചെടുത്തിട്ടുണ്ട്. ഫൈനലായിട്ട് 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരയ്ക്കണമെന്നൊന്നുമില്ല. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട നമുക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കേണ്ടി വരും, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇനി വേണ്ടത് നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ലാസ്റ്റായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങയുടെ നീര്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മുട്ടയാണെങ്കിലും മുട്ടയെല്ലാം ജസ്റ്റ് ഒന്ന് കൈവച്ച് ഒന്ന് പൊട്ടിച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ വെള്ളം പോലെ തോന്നുന്നുണ്ട് ഈ ഒരു മിക്സ്. അതുകൊണ്ട് ഞാനൊരു ടേബിൾ സ്പൂണും കൂടെ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് മൂടി വെച്ച് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിറ്റേ ദിവസത്തേക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിലും വെക്കാം. ഒരു 3 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിടാം. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. പാനിൽ നിന്നും ചിക്കൻ എടുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു 2 മിനിറ്റ് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറെല്ലാം ആ ചിക്കനിലേക്ക് ഇറങ്ങിയിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഇങ്ങനെ കോരി എടുക്കുവാണ്. നമ്മുടെ കിഡിലൻ ക്രിസ്പി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മസാലയൊന്നും ഒട്ടും വിട്ടുപോയിട്ടില്ല. ഈ വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതൊരു സെർവിങ് ട്രേയിലേക്ക് മാറ്റാം. കുറച്ച് ടിഷ്യൂം കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്തൊരു സെറ്റും കൂടെ നമുക്ക് വറുത്തെടുക്കാം.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പം ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതിശയിച്ച് പോകും. കണ്ടോ എന്തൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ ലിഡിയ സാജൻ ഫ്രം സ്റ്റാർ ഫാമിലി. താങ്ക് യു. എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പറായിട്ടുണ്ടോ? അടിപൊളി.